എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നടുക്ക് നിൽക്കുന്ന ആളെ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല. കാരണം ഈ മുൻപ് നമ്മുടെ വാഴയിൽ ഈ പത്രപോഷണം വഴി വളം കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഫോളിയർ വളമൊക്കെ കൊടുത്തിട്ടുള്ള ആൾ തന്നെയാണ് നമ്മുടെ സന്തോഷേട്ടൻ. സന്തോഷേട്ടനോടൊപ്പം തന്നെ രാജീവേട്ടൻ അതുപോലെ ശ്രീനിവാസേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തലപ്പാറ ഹൈവേയുടെ തൊട്ടടുത്തുള്ള തോട്ടമാണിത്. രാജീവേട്ട, എന്താണ് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ ഭാഗത്തുള്ള മൊത്തം കർഷകർ ചെയ്തിട്ടുള്ള സമയത്ത് ഞാനോ DAP SAP മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ആ മഴ വെള്ളം നിന്ന സമയത്ത്. പിന്നെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ യൂറിൻ പൊട്ടാഷ് മാത്രമാണ് ഈ കൊലക്കിട്ടുള്ളത്. വേറെ ഒരു സാധനം ചെയ്തില്ല. ഒരു സാധനം ചെയ്തിട്ടില്ല. ഏകദേശം പൊട്ടാഷ് മാത്രം. പിന്നെ അതിലിടയ്ക്ക് ഇലന്റെ പുള്ളിക്ക് വെള്ളം വന്നപ്പോ ഒരു മരുന്ന് അതും അടിച്ചു. അല്ലാത്ത വേറൊരു സാധനം ഞങ്ങൾ ചെയ്തില്ല. യൂറിൻ പൊട്ടാഷ് മാത്രം തന്നെ ചെയ്തു. ഫുള്ളായിട്ട് ഉപയോഗിച്ച്. അതുകൊണ്ട് നല്ല വാഴക്കൊലയാണ്. കൊലക്ക് പ്രാവശ്യം വലിയ മോശമില്ലാത്ത കൊള്ളയാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 മുകളിലൊക്കെ ഏകദേശം 15 മുകളിൽ എന്തായാലും 20ന്റെ അടുത്ത് വരെ വരുന്ന കൊലകളാണ് ഏറെയുള്ളത്. യൂറിയ പൊട്ടാഷ് അനുപാതം എങ്ങനെയായിരുന്നു? അനുപാതം 125-75 രീതിയിൽ. അതായത് യൂറിയ കുറവാണ് എടുത്തത്, പൊട്ടാഷ് കൂടുതൽ. അപ്പൊ നിങ്ങൾ ഈ മിക്സർ വളങ്ങള് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഉപയോഗിച്ചു. ഈ പ്രാവശ്യം അതൊന്നും ഉപയോഗിച്ചില്ല. പ്രാവശ്യം യൂറിൻ പൊട്ടാഷ് മാത്രം ഉപയോഗിച്ചു. അപ്പൊ അതിൽ വന്നൊരു മാറ്റം നിങ്ങൾക്ക്, അതായത് വർഷങ്ങളായിട്ട്, എത്ര വർഷമായിട്ട് കൃഷിയിലുണ്ട്? ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. അച്ഛനുള്ള കാലത്ത് കൃഷിയുള്ളവരാണ്. ചെറുപ്പം മുതലേ കൃഷി കാണുന്നുണ്ട്. കൃഷി കാണുന്ന ആളുകളാണ്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നേർവളങ്ങൾ കഴിഞ്ഞ കാലങ്ങൾക്ക് തോലും വളക്കെട്ടിരുന്ന ആ കാലത്ത് നിന്നൊക്കെ മാറി ഇപ്പം വളരെ ആധുനിക രീതിയിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു സംഭവം തന്നെയാണ്. എന്തായാലും യൂറിൻ പൊട്ടാഷ്യം എന്നുള്ള ഒരു സംവിധാനം പ്രാവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വാഴക്കൊല്ലിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല കൊലയാണ്. വേറെ കാര്യമായിട്ട് വലിയൊരു കംപ്ലൈന്റ് ഒന്നുമില്ല. ഇനിയിപ്പോ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, ആ വെള്ളം കാര്യമായിട്ട് മഴ ലഭിക്കുകയാണെങ്കിൽ അതും ആ പ്രശ്നം തീരും. പിന്നെ വിലേന്റെ കാര്യമാണ്. കൊല ഒന്നും മോശമില്ല, നല്ല അടിപൊളി കൊലയാണ്. മാഡം പറഞ്ഞാ നിങ്ങൾ അടിച്ച വളങ്ങളൊക്കെ ഉഷാറാണ്. യൂറിൻ പൊട്ടാസും മാത്രമേ ഇട്ടിട്ടുള്ളൂ പ്രാവശ്യം. യൂറിൻ പൊട്ടാസ് 5 പ്രാവശ്യം ഞങ്ങൾ യൂറിൻ പൊട്ടാസ് ഇട്ടു. വേറെ ഒരു വളം ഇട്ടില്ല. ലാസ്റ്റ് ടൈമിൽ യൂറിയ കുറയ്ക്കരുത്. അവസാനത്തെ വളത്തിൽ നമ്മൾ യൂറിയ കുറച്ച് പൊട്ടാഷ് 50 ഗ്രാം യൂറിയ ഇട്ടിട്ട് ബാക്കി പൊട്ടാഷ് കൂട്ടി. അപ്പൊ എന്തായാലും ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മിക്സർ വളങ്ങളിൽ നിന്നുള്ള മാറ്റം ചെടികളിൽ എങ്ങനെയാണ് കണ്ടത്? അതായത് രോഗങ്ങളും കീടങ്ങളൊക്കെ കുറയുന്നതായിട്ട് കുറവ് തന്നെയല്ലേ? വായ നിക്കണ നോക്കിയാൽ ഇപ്പോഴും ആ പച്ചപ്പില് നല്ല ഉഷാറിൽ നിക്കണില്ലേ? വായക്ക് എന്തെങ്കിലും ഒരു കേടുണ്ടാ? ഒരു കേടുമില്ലല്ലോ. നല്ല പച്ചപ്പിലാണ് വായക്കണത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇലപ്പുള്ളി രോഗം ഇല മുറിക്കൽ തന്നെ ഒരു പണി അങ്ങനത്തെ വലിയ ഇപ്പൊ ഈ യൂറിൻ പൊട്ടാസും മാത്രം ഇട്ടുകൊണ്ട് ഈ ഇലപ്പുള്ളികള് മറ്റുള്ളതൊന്നും കാണുന്നില്ല. എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ അടിച്ചത്? കൊലക്കുന്നതിന് മുമ്പ് എയറും കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ബനാന സ്പെഷ്യലും അടിച്ചിട്ടുണ്ട്. അതാണ് കാര്യമായിട്ട് വേറെ മാറ്റം. പിന്നെ ബാക്കിയുള്ളതൊക്കെ യൂറിൻ പൊട്ടാഷൻ തന്നെ അടിച്ചത്. യൂറിൻ പൊട്ടാഷൻ തന്നെ, ഈ നാനോ വളങ്ങളും. അപ്പൊ എന്തായാലും നമ്മൾ ഈ മിക്സർ വളങ്ങളൊക്കെ വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ട് കർഷകർക്ക് വിലയിൽ നല്ല ലാഭമല്ലേ? മിക്സർ വളത്തിനെക്കാട്ട് ഏറ്റവും നല്ല ലാഭമാണ്. പക്ഷെ ഈ പൊട്ടാഷ് കുറച്ച് വില ഉണ്ടെങ്കിലും നമുക്കത് അതിന്റെ ഉപയോഗിച്ചാലാണ് നമുക്ക് അതിന് ഗുണം കിട്ടുള്ളൂ. എന്നാൽ വാഴയ്ക്ക് ഗുണം കിട്ടണമെങ്കിൽ പൊട്ടാഷ് ഉപയോഗിക്കാൻ തന്നെ വേണം. അത് തർക്കമില്ല. അപ്പൊ എന്തായാലും വില നോക്കി നിന്നാൽ നമുക്ക് കൊല ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും കർഷകര് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായ വളങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകാതെ നമ്മളുടെ കൃഷിക്ക് എപ്പോഴും ആവശ്യമുള്ളത് NPK, അതോടൊപ്പം തന്നെ മൈക്രോ ന്യൂട്രിയന്റുകൾ മാത്രമാണ്. അപ്പൊ നേർവളങ്ങൾ മാത്രം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗങ്ങളും കീടങ്ങളും, അതായത് ഇലകരിച്ചിൽ, അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ എന്നുവേണ്ട ഒട്ടുമുക്കാൽ അസുഖങ്ങളെയും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ വായ കണ്ടില്ലങ്ങള്, വായ കൊണ്ടൊക്കെ ഒരു ഇളക്കല്ല വായക്ക്. ഇതിന്റെ വെയിറ്റ് 100 കിലോനാണ് ഞാൻ. ഇതാ കണ്ടില്ലേ? വായ നോക്കി ഈ ആട്ടം തന്നെ ഉണ്ടാവുള്ളൂ. അതായത് ഇവര് ശരിക്കും അത്രയും കുറ്റിയുറപ്പാ വായക്ക്. ആദ്യത്തെ 2 വളം ശരിക്കും പറഞ്ഞാൽ നാനോ DAP ആണ്. ആ DAP-ലുള്ള ഫോസ്ഫറസ് മാത്രമേ വാഴയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒട്ടുമുക്കാൽ പേരും പിന്നെ രാജബോസ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടില്ല. പക്ഷെ സന്തോഷേട്ടൻ മാത്രമാണ് ഞാൻ രാജബോസ് കൊടുത്തു. മൂന്നാമത്തെ വളത്തില് രാജബോസ് കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാനോ DAP-ലുള്ള ഫോസ്ഫറസ് ഉണ്ട് എന്ന് പറയുന്നത് 100% ഉറപ്പാണ്. കാരണം ഈ പറയുന്ന ആദ്യത്തെ 2 സ്പ്രേയിങ്ങിൽ തന്നെ നമ്മുടെ വാഴയ്ക്ക് നല്ല കരുത്തുണ്ട്. ഈ പറഞ്ഞ പോലെ നാനോ അടിച്ചതിന് ശേഷം ഞങ്ങള് യൂറിൻ പൊട്ടാഷ് ഇട്ടപ്പോൾ ആ വാഴേന്റെ കരുത്ത് ഒന്നും കൂടെ ഉഷാറായി. പിന്നെ ആ വളം ഞങ്ങൾ ഇങ്ങനെ ക്രമം ഇടാതെ 5 പ്രാവശ്യത്ത് വന്നപ്പോൾ തന്നെ ആ വാഴേന്റെ കരുത്ത് കൂടി കൊലക്കൊക്കെ കാണാൻ തുടങ്ങി. വാഴക്കൊലയുടെ ഈ അടിഭാഗത്ത് കാണുന്ന തട്ട ഒടിക്കാനായിട്ട് കുറെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ തട്ട ഒടിക്കുന്നത് കൊലയോട് ചേർത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ അടിക്കായ ഉരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിവില്ലാതിരിക്കുള്ളൂ. തട്ട ഒടിക്കുമ്പോൾ തന്നെ കഴിയുന്നതും ഇത്രയും വിരിയാൻ നിൽക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പൊ എങ്ങനെ പോണു ഈ ഇലയം അടിക്കുന്നത്? എങ്ങനെയാ നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാ? വാഴക്ക് കേടയില്ലല്ലോ. കേടയില്ല. എവിടെയില്ല, ആർക്കും ഇല്ല. ഈ കണ്ട പുള്ള് നോക്കി നിങ്ങള്
ഈ മുട്ടാരപ്പാടത്തുള്ള ഉള്ള ഒരു വായക്ക് പോലും ഒരു കരിച്ചില് ഒന്നുമില്ലല്ലോ ഈ പ്രാവശ്യം ഇല്ല ഇല്ല. ആർക്കും ഇല്ല. അപ്പൊ നമ്മളുടെ ഈ തെറ്റായ വളപ്രയോഗം തന്നെയാണ്. അത് അറിയാത്തവരുണ്ട്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളെ പോലത്തെ ഒരാളുകൾ വേണം. അപ്പൊ എന്തായാലും തെറ്റായ വളപ്രയോഗം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇലകരിച്ചിലും മറ്റൊക്കെ കൂടിയിരുന്നത്. അപ്പൊ എന്തായാലും ഈ വർഷം നമ്മൾ കൃത്യമായ ബാലൻസ് ചെയ്ത വളപ്രയോഗമായി. അപ്പൊ അതോടുകൂടി നമ്മളുടെ കേടുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മാഡം ഞങ്ങൾക്ക് അന്ന് ആ ക്ലാസ് എടുത്തതുകൊണ്ട് ഈ വാഴക്കൊല്ലം നല്ല ഉഷാറായി. നമ്മള് തുടക്കത്തില് മാഡം വന്നുകൊണ്ട് ഞങ്ങള് അതുകൊണ്ട് കഴിച്ചിലായതാണ്. അത് ഞങ്ങൾ അന്ന് മാഡം പറഞ്ഞന്ന് ഞങ്ങൾ അത് എഴുതി വെച്ച് അതേ രൂപത്തിൽ ഞങ്ങൾ ചെയ്തു. പിന്നെ വായ എന്താണ് കൊലയ്ക്കാൻ കുറച്ച് നേരം വൈകിയെന്നുള്ളൂ, എന്നാലും നല്ല കൊലയാണ്, നല്ല ഉഷാറാണ്, വായക്കൊരു കംപ്ലൈന്റും ഇല്ല. മാഡം പറഞ്ഞ രീതിയിൽ ഞങ്ങള് വെള്ളം വിലയും കിട്ടുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും കൊല നല്ലതാണ്. അപ്പൊ എന്തായാലും എല്ലാ കർഷകരും നിങ്ങളുടെ കൃഷിയിലെ ചെലവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നേർവളങ്ങളുമായി കൃഷി ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കൃഷി ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ച രാജീവേട്ടനോടും അതുപോലെ സന്തോഷേട്ടനോടും അതുപോലെ നമ്മുടെ ശ്രീനിവാസേട്ടനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.